ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ എത്തി നിൽക്കുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയും അധികം റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നൊരു ഏരിയയുമാണ് സ്ട്രോക്ക്. നമുക്കറിയാം, സ്ട്രോക്ക്, തളർവാദം ഒക്കെ നമ്മൾ പറയാറുണ്ട്. സ്ട്രോക്ക് വരുമ്പോൾ ശരിക്കും പലരുടെയും കൺഫ്യൂഷനാണ് എന്താണ് സ്ട്രോക്ക് എന്നുള്ളതിനെ പറ്റി. പൊതുവെ ആൾക്കാർ വിചാരിക്കും സ്ട്രോക്ക് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണെന്നൊക്കെ പലരും പറഞ്ഞൊക്കെ ഞാനും കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ. ഞാൻ ഈ പറഞ്ഞ പോലെ 5.78 മില്യൺ ഗ്ലോബൽ ഡെത്ത് 2016 ഡേറ്റ അനുസരിച്ചിട്ട് 10.2% ഓഫ് ഓൾ ഡെത്ത്. ലോകത്ത് അരങ്ങേറപ്പെടുന്ന മൊത്തം മരണങ്ങളുടെ 10.2% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്ട്രോക്ക്. അതായത് സ്ട്രോക്ക് കാരണമാണ് ലോകത്ത് മരിക്കുന്ന 100 പേരിൽ 10.2 ആൾക്കാരും മരിക്കുന്നതെന്ന് പറയാം. ഇന്ത്യയിൽ ഏകദേശം 7,60,000 പേരോളമാണ് 2006 വരെയുള്ള കണക്ക് പ്രകാരം സ്ട്രോക്ക് പ്രകാരം മരണപ്പെടുന്നത് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന കാറ്റഗറിയിൽ നമ്മൾ പഠിക്കുന്ന സ്ട്രോക്ക്, വിച്ച് ഇസ് എ സെറിബ്രോ വാസ്കുലാർ ഡിസീസ്, ഒരു സെറിബ്രോ വാസ്കുലാർ ഡിസീസാണ് എന്ന് പറയുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും. ചിത്രത്തിലൂടെ നിങ്ങളുടെ ഒരു ബ്രെയിൻ കാണിച്ചിരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരിക്കലും സ്ട്രോക്ക് എന്ന രോഗാവസ്ഥ അല്ലെങ്കിൽ സിറ്റുവേഷൻ, അതിനൊരു രോഗാവസ്ഥ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതൊരു സഡൻ സിറ്റുവേഷൻ. സ്ട്രോക്ക് ഒരിക്കലും ക്രമേണ ഉണ്ടാകുന്നൊരു അസുഖ രീതിയൊന്നുമില്ല. നമ്മൾ മറ്റ് അസുഖങ്ങളെപ്പറ്റി പറയും, ഇപ്പോൾ ക്യാൻസർ പറയാം, ഡയബറ്റിസ് പറയാം, ഈ പറയുന്ന രോഗങ്ങളുടെ ഒക്കെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെല്ലാം വളരെ ഗ്രാജുവൽ ഗ്രോത്താണ്. ഇപ്പോൾ ഡയബറ്റിസ് ഉണ്ടാകുന്നതും ഗ്രാജുവലി നമുക്ക് ബ്ലഡ് ഷുഗർ ലെവലിൽ വ്യത്യാസം കാണപ്പെടുന്നതാണ് ലോങ് ടേമിൽ. ക്യാൻസറസ് ആയാലും അതുപോലെ തന്നെ നമ്മൾ പല സ്റ്റേജസ് പറയും അല്ലേ, സ്റ്റേജ് 1, 2, 3 എന്നൊക്കെ പറയുമെങ്കിൽ സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. താരതമ്യേന കമ്പയർഡ് ടു ദോസ് ഡിസീസസ് ദിസ് ഇസ് റാദർ ആൻ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ അവർ കണ്ടീഷൻസിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ് സ്ട്രോക്ക്. അപ്പോൾ എങ്ങനെയാണ് സ്ട്രോക്ക്? അപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ അഫക്റ്റ് ചെയ്യുന്ന ബോഡി പാർട്ട് എന്ന് പറയുന്നത് ബ്രെയിൻ ആണെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരിക്കുക. ബ്രെയിൻ ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ് ബൈ സ്ട്രോക്ക്. ഇനി എന്താണ് ഈ സ്ട്രോക്ക് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ആൻഡ് ഓവർവ്യൂ നമ്മളിന്ന് നോക്കുന്നുണ്ടാകും. അതായത് WHO തരുന്ന കണ്ടീഷൻ പ്രകാരം എന്താണ് സ്ട്രോക്ക് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടാകും. ടൈപ്പ് ഓഫ് സ്ട്രോക്ക് 2 തരത്തിൽ നമ്മൾ ഇഷീമിക്കും അതുപോലെ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്ന 2 തരത്തിൽ സ്ട്രോക്കിനെ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കുന്നുണ്ട്. ഏതാണ് അതിനകത്ത് ഏറ്റവും അപകടകാരി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ സിംറ്റംസും പാത്തോളജിയും, എന്തൊക്കെ കാരണമാണ്, എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും സ്ട്രോക്ക് വരാനിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതികൾ, അതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, സ്ട്രോക്കിന് പോസിബിൾ റീസൺസ് ഫോർ ലീഡിങ്, അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ അത് സ്ട്രോക്കിലേക്ക് ലീഡ് ചെയ്യാം എന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് എന്താണ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, കണക്ക്, ഗ്ലോബൽ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ TIA, അത് മറ്റൊരു അസുഖം, നമ്മളത് പോകുന്ന സമയത്ത് ഞാൻ പറയും TIAയും സ്ട്രോക്ക് കൺട്രോളും പോലുള്ള സിറ്റുവേഷൻസ്, വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്, പ്രിവെൻറ്റീവ് പ്രോഗ്രാംസ് എന്തൊക്കെയുണ്ട്, എങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്യാം. അതിനോടൊപ്പം നമ്മൾ ചില ചോദ്യങ്ങളും കൂടിയൊക്കെ നോക്കിയായിരിക്കും ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഏരിയനെ വിശകലനം ചെയ്യാനായിട്ട് നോക്കും. ഇത് താരതമ്യേന ചെറിയൊരു രോഗാവസ്ഥയാണ്. നമുക്ക് ഒരുപാട് ക്യാൻസർ പഠിച്ച പോലെയോ ഡയബറ്റിസ് പഠിക്കുന്ന പോലെയോ ഒന്നും ഒരുപാടൊന്നും പഠിക്കാനില്ല. താരതമ്യേന ഒരു ചെറിയ ടോപ്പിക്കാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും മനസ്സിലാക്കാം എന്താണ് സ്ട്രോക്ക് എന്ന്. വാട്ട് ഈസ് സ്ട്രോക്ക്? WHO ഡെഫിനിഷൻ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ക്ലിനിക്കൽ സയൻസ് ഓഫ് ഫോക്കൽ ഡിസ്റ്റർബൻസ് ഓഫ് സെറിബ്രൽ ഫങ്ഷൻ ലാസ്റ്റിംഗ് മോർ ദാൻ 24 hours or leading to death with no apparent cause other than vascular origin. അപ്പോൾ എന്താണ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്? ഇപ്പോൾ ഇങ്ങനെ വായിച്ചു വിടുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സംഗതി സിമ്പിളാണ് വളരെ. അതായത് നമ്മുടെ വാസ്കുലാർ സിസ്റ്റം മീൻസ് നമ്മുടെ ഈ വെയിൻസ്, ആർട്ടറീസ് പോലുള്ള സംവിധാനങ്ങളിൽ നിന്ന് എല്ലായിടത്തേക്കും ബ്ലഡ് എത്തുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഇൻ ദി ബോഡി അല്ലേ. ബോഡിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ബോഡിയിൽ എല്ലായിടത്തേക്കും എന്തെത്തുക എന്നുള്ളത്, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് എത്തുക എന്നുള്ളത്, വിച്ച് ആക്ച്വലി പ്രൊവൈഡ്സ് ഫോർ ദി ന്യൂട്രിയൻസ്, ഹോർമോൺസ്, വാട്ടർ, ഇമ്മ്യൂണിറ്റി, ഓൾ ദോസ് തിങ്സ് ആർ ഗെറ്റിംഗ് സപ്ലൈഡ് ബൈ ദ ബ്ലഡ്. ഓക്സിജൻ, പ്രധാനപ്പെട്ട അളവിട്ട് ഓക്സിജൻ അല്ല, ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നത് ബ്ലഡ് ആണല്ലോ.
അപ്പോൾ ബ്ലഡിൻ്റെ സപ്ലൈ എല്ലാ ഓർഗൻസിലേക്കും ആവശ്യമുള്ളിടങ്ങളിലേക്കെല്ലാം എത്തുന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന സിറ്റുവേഷനാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. പക്ഷേ ഈ സിസ്റ്റത്തിൽ പോലും അപാകതകളുണ്ട്. ഇപ്പോൾ ബ്ലഡ് നമുക്കറിയാവുന്ന പോലെ ഒരു ക്ലോസ്ഡ് സർക്കുലേഷനാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അവർ ബോഡി ഈസ് ഇൻ ക്ലോസ്ഡ് സർക്കുലേഷൻ. ദാറ്റ് മീൻസ് വെയിൻസ്, ആർട്ടറീസ് ഒക്കെ പോലെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് നമ്മുടെ ബോഡി, അല്ലെങ്കിൽ പൈപ്പുകളിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ എന്ത് പോകുന്നത്, ബ്ലഡ് പമ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഈ പറയുന്ന നമ്മുടെ ഈ വീടുകളിലൊക്കെ വാട്ടർ സപ്ലൈ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ PVC പൈപ്പുകൾ ഉപയോഗിക്കേണ്ട. ആ PVC പൈപ്പിലൊക്കെ എവിടെയെങ്കിലും ബ്ലോക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടാണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുമല്ലോ. സിമിലർ സിറ്റുവേഷൻസ് ആണ് ഇതും. ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പുകളാണ്. വെൻ ദീസ് പൈപ്സ് ഗെറ്റ്സ് ഡാമേജ്, എന്തെങ്കിലും സിറ്റുവേഷനിൽ ഈ പൈപ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുകയോ ബ്ലോക്കേജ് ഉണ്ടാവുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ എത്തേണ്ട പലയിടത്തേക്കും ബ്ലഡ് എത്താണ്ട് വരും. അങ്ങനെ വരുന്ന പല സിറ്റുവേഷൻസ് നമ്മൾ പഠിക്കും. ഹാർട്ട് അറ്റാക്ക് ഒക്കെ നമ്മൾ അങ്ങനെ പഠിക്കാറുണ്ട്. ഈ ബ്ലഡ് എത്താതിരിക്കുന്നത് ബ്രെയിനിലാണ് എങ്കിൽ, ഇഫ് ദിസ് ഇസ് ബ്രെയിൻ വേർ ദ ബ്ലഡ് ഇസ് നോട്ട് റീച്ചിങ് ഡ്യൂ ടു എനി കൈൻഡ് ഓഫ് എ ബ്ലോക്കേജ് ഇൻ ദി ന്യൂറൽ നെറ്റ്വർക്ക്, ന്യൂറൽ നെറ്റ്വർക്ക് അല്ല, നമ്മുടെ ബ്ലഡ് വെസൽസ്. ഓക്കെ, അപ്പോൾ സെറിബ്രൽ ഫങ്ഷനിൽ ഈ എന്താ പറയുക, വാസ്കുലാർ ഒറിജിൻ, എന്താണ് വാസ്കുലർ എന്താ പറയുക, ബ്ലഡ് വെസൽസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്, ബ്ലഡ് വെസൽസ്. അപ്പോൾ ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും കാരണത്താൽ ബ്രെയിനിലേക്ക് ബ്ലഡ് എത്താണ്ട് ബ്രെയിനിൻ്റെ ഫങ്ഷൻ, സെറിബ്രൽ ഫങ്ഷന് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ, സെറിബ്രൽ ഫങ്ഷൻ, ബ്രെയിനിൻ്റെ ഫങ്ഷൻ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്ന സിറ്റുവേഷനും 24 മണിക്കൂറിൽ കൂടുതലായാൽ മരണം പോലും സംഭവിക്കാവുന്ന സിറ്റുവേഷനും ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ, ഇറ്റ് ഇസ് എ കണ്ടീഷൻ. ഇനി ഇതൊന്ന് വായിച്ചു നോക്ക്. റാപ്പിഡ്ലി ഡെവലപ്ഡ്. അത് മാത്രം ഇത് റാപ്പിഡ് ആണെന്നാണ് പറയുക. കണ്ടോ, ഇതാ ഞാൻ പറയാം, സഡൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു ഇഷ്യൂ കൂടിയാണ് സ്ട്രോക്ക്. പെട്ടെന്ന് ഉണ്ടാവുക. സ്ട്രോക്ക് ഉണ്ടാവുന്നത് നമുക്ക് മെല്ലെ ക്ഷീണം ഉണ്ടായിട്ടല്ല സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇറ്റ് വാസ് റാദർ ക്വിക്ക്, വളരെ ക്വിക്കായിരിക്കും. സ്ട്രോക്ക് വരുന്നു, ഇതാ നടക്കുന്നു, തീർന്നു, വളരെ പെട്ടെന്നാണ്. അപ്പോൾ റാപ്പിഡ്ലി ഡെവലപ്ഡ് ക്ലിനിക്കൽ സയൻസ് ഓഫ് ഫോക്കൽ ഡിസ്റ്റർബൻസ് ഓഫ് സെറിബ്രൽ ഫങ്ഷൻ lasting more than 24 hours or leading to death with no apparent cause other than vascular. ഈ പറയുന്ന വെസിക്കിൾസ്, ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു ഇഷ്യൂ അല്ലാണ്ട് മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ മരണം സംഭവിക്കുന്ന സിറ്റുവേഷനും കൂടിയാണെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും, നമ്മളതിനെ സ്ട്രോക്ക് എന്ന വിശേഷണമായിട്ട് സൂചിപ്പിക്കാറുണ്ട്. അതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാൽ ഇങ്ങനെ ബ്രെയിനിലേക്ക് ബ്ലഡ് എത്താതിരിക്കുന്നതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ഒന്ന് സ്റ്റെനോസിസ്. എന്താണ് സ്റ്റെനോസിസ്? ആർട്ടറികൾ നാരോ ഡൗൺ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരാം. ആർട്ടറികൾ ചെറുതായി പോകുന്ന സിറ്റുവേഷൻസ് വരുന്ന സ്റ്റെനോസിസ് എന്ന് വിളിക്കും. അങ്ങനെ ബ്ലഡ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യപ്പെടാം. ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം സൃഷ്ടിക്കുകയാണ്. ബ്ലഡ് വെസൽ കടന്നു പോകുന്ന ആർട്ടറികളിൽ പല ഡെപ്പോസിറ്റുകളും ആർട്ടറിക്കുള്ളിൽ വന്നിട്ട് നമുക്കറിയാവുന്ന കൊളസ്ട്രോൾ പോലുള്ള, LDL ഒക്കെ പോലുള്ള, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഡെപ്പോസിറ്റ്സ്, പ്ലേക്ക് ഡെപ്പോസിറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ ആർട്ടറിക്കുള്ളിൽ, ബ്ലഡ് വെസൽസിനുള്ളിലൊക്കെ ഇങ്ങനെ പ്രധാനമായിട്ട് ആർട്ടറികളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ അതുവഴി പോകുന്ന ബ്ലഡിൻ്റെ ഫ്ലോവിനെ അത് ഒരുപക്ഷെ പ്രിവെൻറ്റ് ചെയ്തേക്കാം. അങ്ങനെ ബ്ലഡ് പ്രിവെൻഷൻ വന്നാലും ഇതേ സംഗതി ഒക്കറിയാം. ബ്രെയിനിലാണെങ്കിൽ ഇത് ഒക്കറിയും. ഒക്ലൂഷൻ. പിന്നെ ഉള്ളത് റപ്ചറാണ്. റപ്ചർ എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് കടന്നു പോകുന്ന ബ്ലഡ് വെസൽസിൽ ഏതെങ്കിലുമൊക്കെ പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻ വന്നാൽ, നമ്മളിപ്പോൾ പൊതുവെ ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്നൊക്കെ ഡോക്ടേഴ്സ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇൻറ്റേർണൽ ഹെമറേജ് എന്നാണ് അതിന് വിളിക്കുക. ഡോക്ടേഴ്സ് പറയുന്നതിന് ഹെമറേജ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, രക്തസ്രാവത്തിനെയാണ് നമ്മൾ ഹെമറേജ് എന്ന് പറയുക. ഇപ്പോൾ ഇൻറ്റേർണൽ ഹെമറേജിന് ഇപ്പോൾ തലയിടിച്ച് വീഴുന്നു, ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്ന സിറ്റുവേഷൻസിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ് ഇൻറ്റേർണൽ ഹെമറേജ്. അപ്പോൾ ബ്ലഡ് ബ്രെയിനിനുള്ളിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസിൽ നിന്നൊക്കെ ബ്ലഡ് വെസൽസിന് പൊട്ടൽ സംഭവിച്ചിട്ട്, അല്ലെങ്കിൽ റപ്ചർ സംഭവിച്ചിട്ട് ബ്ലഡ് പുറത്തേക്ക് ഒഴുകുന്ന, ബ്രെയിനിലേക്ക് എത്താണ്ട് ആ പോകുന്ന പാത്തിൽ കട്ടിങ് ഉണ്ടായി വേറെ എവിടെയെങ്കിലുമൊക്കെ ബ്ലഡ് പോകുന്ന സിറ്റുവേഷൻ വരും. അങ്ങനെ വരുമ്പോൾ അത് ലീഡ് ചെയ്യുന്നത് ഈ ബ്രെയിൻ ഡെത്തിലേക്കായിരിക്കും, സ്ട്രോക്കിലേക്ക് ലീഡ് ചെയ്യും. അതാണ് പല ആക്സിഡൻറ്റുകളും സ്ട്രോക്കിലൊക്കെ ചെന്ന് പര്യവസാനിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. മരണം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ ബ്രെയിനിന് ബ്ലഡ് കിട്ടാതിരുന്ന അത്രയും സമയം, കിട്ടാതിരുന്ന അത്രയും സ്ഥലം, എന്തൊക്കെ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാനാണ് ഉണ്ടായിരുന്നത്, ആ ഫങ്ഷൻസിനൊക്കെ ഒരു പക്ഷേ പിന്നീട് എന്താ പറയുക, പരിമിതികൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് വന്നാൽ, അതാ സ്ട്രോക്ക് വന്ന ആൾക്ക് ചിലപ്പോൾ നമ്മൾ പറയാറില്ല ഒരു വശം തളർന്ന് കിടക്കുകയാണ്, അരയ്ക്ക് താഴോട്ട് തളർന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഇമ്പയർമെൻറ്റ്, ചിലപ്പോൾ സംസാരിക്കാനുള്ള ഇമ്പയർമെൻറ്റ് വന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രെയിനിൽ ഏത് ഭാഗത്തേക്കാണോ ആ ബ്ലഡ് എത്താണ്ട് വന്നത്, ആ ഭാഗം എന്ത് ഫംഗ്ഷനാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനനുസരിച്ചിരിക്കും എന്ത് ഇമ്പയർമെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് അതിന് ശേഷം നേരിടേണ്ടി വരുമെന്നുള്ളത്. അപ്പം റിക്കവറബിൾ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ച് തിരികെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പം അത്ര കണ്ട് അപകടകാരിയായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സ്ട്രോക്ക്. ബ്ലഡാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അത് എല്ലായിടവും കൃത്യമായിട്ട് ഓടിപ്പോകാനുള്ള വഴി നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക.
അതിന് തടസ്സം സൃഷ്ടിച്ചാൽ പ്രശ്നം ഗുരുതരമായിരിക്കും. ഇപ്പോൾ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹൃദയസ്തംഭനം ഉണ്ടായി മരിക്കും നമ്മൾ. അതുപോലെ തന്നെ ബ്രെയിനിലേക്ക് പോയ ബ്ലഡിന് തടസ്സം സൃഷ്ടിച്ചാൽ ഇതാണ് സിറ്റുവേഷൻ, സ്ട്രോക്കാണ് സിറ്റുവേഷൻ. സ്ട്രോക്ക് ലാസ്റ്റ് മോർ ദാൻ 24 hours. TIA ലാസ്റ്റ് ലെസ് ദാൻ 24 hours. നമ്മൾ എന്താണെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞുതരാം. ഒരു TIA കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ആ സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. 24 മണിക്കൂറിൽ കൂടുതലൊക്കെ ലാസ്റ്റ് ചെയ്യും സ്ട്രോക്ക്. 24 മണിക്കൂറിൽ കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇറിക്കവറബിൾ ആണ്, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആണ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസൾട്ട്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സ്ട്രോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ, ടേബിൾ ഓഫ് കണ്ടൻസിൽ സൂചിപ്പിച്ച പോലെ 2 തരത്തിൽ നമുക്ക് സ്ട്രോക്കിനെ പറ്റിയിട്ട് സൂചിപ്പിക്കാം. ഒന്ന് ഇഷീമിക് സ്ട്രോക്കും, 2 ഹെമറേജിക് സ്ട്രോക്കും. അതിൽ ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഓർ ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ ടു ദ ടിഷ്യൂസ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിലെ ടിഷ്യൂസിലേക്കോ മറ്റോ പോകുന്ന ബ്ലഡിൻ്റെ സപ്ലൈയുടെ അളവ് കുറയും. റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ. അപ്പോൾ റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ റെഡ്യൂസ്ഡ് ഓക്സിജൻ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇത് ഒരു ടെമ്പററി സ്ട്രോക്ക് പോലുള്ള സിറ്റുവേഷൻസ് ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് ആവശ്യമുള്ള അത്ര ബ്രെയിനിൻ്റെ ഓക്സിജൻ എൻ്റെ ബ്രെയിനിലേക്ക് കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് റിക്കവറബിൾ ആണ്, അല്ലെങ്കിൽ റിവേഴ്സബിൾ ആണ്. സഫീഷ്യൻറ്റ് ഓക്സിജൻ പിന്നീട് എത്തുന്ന സിറ്റുവേഷൻ വന്നാൽ ദിസ് വിൽ ബി ഓവർ. എന്നാൽ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്ട്രോക്ക് കോസ്ഡ് ബൈ ബ്ലീഡിങ് ഇൻ ദി ബ്രെയിൻ ഡ്യൂ ടു റപ്ചർ ഓഫ് എ ബ്ലഡ് വെസൽ, അല്ലേ? അപ്പോൾ ബ്ലഡ് വെസൽ റപ്ചർ ചെയ്യപ്പെട്ട് പൊട്ടിപ്പോയിട്ട് അതാണ് ഞാൻ പറഞ്ഞ ഹെമറേജ്, ഇന്റേണൽ ഹെമറേജ് നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ. ബ്ലഡ് നഷ്ടമാവുന്ന സിറ്റുവേഷൻ വന്നാൽ ഇത് പ്രോപ്പറായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയറുകൾക്ക് വിധേയമായാൽ മാത്രമാണ് ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. കുറച്ചുകൂടി പ്രശ്നമാണവൻ. 90% ഹെമിപ്ലിജിയ അതൊരു സൊമാറ്റോ ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് സ്ട്രോക്ക് പേഷ്യൻസിൽ കാണുന്നത്. സൊമാറ്റോ ന്യൂറോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കാണ്, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റമാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സൊമാറ്റിക് നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ഡിസോർഡറാണ് ഹെമിപ്ലീജിയ എന്ന് പറയുന്നത്. പിന്നെ കോമയിലാവുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമകളിലൂടെ നമുക്കധികം കേട്ടുകളിയുള്ള സംഗതിയാണ്. കോൺഷ്യസ്നെസ് ഇല്ലാണ്ടായി പോകുന്ന, അബോധാവസ്ഥയിലായി പോകുന്ന സിറ്റുവേഷൻ കോമ. അതുപോലെ സെൻസറി ഇമ്പയർമെൻറ്റ് ഉണ്ടാവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിനിൽ ഏത് ഭാഗമാണോ ഇത് അഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും എന്നുള്ളത്. അപ്പോൾ ഏത് ഭാഗത്തേക്കാണോ ബ്ലഡ് എത്താണ്ട് വരുന്നത് ആ ഭാഗത്തെ അതെന്തെങ്കിലും സെൻസറി ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസ് തരുന്ന മേഖലയാണെങ്കിൽ ചിലപ്പോൾ വിഷൻ ആയിരിക്കാം, കണ്ണ്, ചിലപ്പോൾ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുന്ന സിറ്റുവേഷൻ വന്നേക്കാം. ചിലപ്പോൾ ടച്ച് സെൻസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ സ്മെല്ല്, ടേസ്റ്റ്, വാട്ടെവർ ഇറ്റ് ഈസ് അത് വന്നേക്കാം. പിന്നെ പാരാലിസിസിൻ്റെ സാഹചര്യമുണ്ട്, തളർന്നു പോകുന്ന സിറ്റുവേഷൻ വരാം, അല്ലേ? നമ്മൾ പറയുന്ന പോലെ ഒരു കൈയോ കാലോ നമുക്കിപ്പോൾ കൈയൊക്കെ മൂവ് ചെയ്യാനോ ഒക്കെ പറഞ്ഞു നോക്കാൻ പറ്റുമ്പോൾ കൈ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, കൈ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോൾ അത് പാരാലിസിസിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ നെർവ് പാരസിസ് ഉണ്ട്, നെർവ് ഫങ്ഷൻ താൽക്കാലികമായിട്ടില്ലാണ്ടാവുന്ന സിറ്റുവേഷൻ വരുന്ന സിറ്റുവേഷൻ. അതുപോലെ സ്പീച്ച് ഡിസ്റ്റർബൻസ്, സംസാരിക്കാൻ പറ്റാണ്ട് വരും, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വ്യക്തത ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷൻ. അതൊക്കെ നമ്മുടെ ബ്രെയിനാണത് നിർണ്ണയിക്കുന്നതല്ലോ. നമ്മൾ എന്ത് സംസാരിക്കുമ്പോൾ എത്രത്തോളം സ്ഫുടതയിൽ സംസാരിക്കണം എന്നതൊക്കെ തീരുമാനിക്കുന്നത് ബ്രെയിനാണ്. ആ തീരുമാനം എടുക്കാനുള്ള ശേഷി ബ്രെയിനിന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിലുള്ള സ്ഥിരതയും അല്ലെങ്കിൽ സംസാരിക്കുന്നതിലുള്ള വ്യക്തത നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ സിംറ്റംസ് ആണ് സ്ട്രോക്ക് വരാൻ പോകുന്നതിൻ്റെ ഇത് ഏർലി സിംറ്റംസ് എന്ന് പറയുന്ന രീതിയിലൊന്നും നമുക്ക് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് തരത്തില്ല. ദർ ഇസ് നോ ഏർലി സിംറ്റംസ് ഒന്നുമില്ല. സ്ട്രോക്ക് വരുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള സിംറ്റം മാത്രമേ ഉള്ളൂ. തൊട്ട് മുൻപ് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് കാണപ്പെടാൻ സാധിക്കുന്ന സിംറ്റമുകൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞതൊക്കെ. റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്? അപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സ്ട്രോക്കിൻ്റെ ഒരു സിംറ്റം നമുക്ക് നേരത്തെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ വന്നാൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ചോദ്യമില്ല. വന്നാൽ അത് വളരെ സഡൻ ആയിരിക്കും, ക്വിക്കായിരിക്കും. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാൽ ഇതുണ്ടാകാം എന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സോ കോൾഡ് ഇത്ര സംഭവങ്ങളുണ്ടെങ്കിൽ സ്ട്രോക്ക് വരുമെന്ന് ഒരു നിർബന്ധവും ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൂടുതലും സ്ട്രോക്ക് വന്നതായിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നു. ഒന്ന് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെയൊക്കെ ഫംഗ്ഷനിങ് വീക്ക് ആയിരിക്കുന്ന സിറ്റുവേഷൻ വരുന്ന ആൾക്കാരിൽ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ അത് വരാം. ഹൈപ്പർ ടെൻഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ്. മെയിൻ റിസ്ക് ഫാക്ടർ ഏതെന്ന് ചോദിച്ചാൽ സ്ട്രോക്കിനുള്ളത് ഹൈപ്പർ ടെൻഷനാണ്. ഹൈ ബിപിയും ടെൻഷനും കൂടിയൊക്കെ വരുന്ന സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു സ്ട്രോക്കിനുള്ളൊരു റിസ്ക് ഫാക്ടറായിട്ട് കാണാൻ പറ്റും. പിന്നെ കാർഡിയാക് അനോമലിറ്റീസ് ഉണ്ട്. പ്രോപ്പറായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഹൃദയമാണല്ലോ. അപ്പോൾ ഹൃദയം ബ്ലഡ് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഡയബറ്റിസ് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ, കാരണം ഈ ഡയബറ്റിസ് എന്ന് പറയുന്ന ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ ബ്ലഡിലെ ഷുഗറിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് ബ്ലഡിൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റീനെ സ്വാധീനിച്ചേക്കും. അങ്ങനെ വരുന്ന ബുദ്ധിമുട്ട് വരാം. ഒബീസിറ്റി, അമിതവണ്ണം,
അമിതവണ്ണമൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരിൽ ഈ എത്തറോസ്ക്ലെറോസിസ് ഒക്കെ പോലുള്ള അല്ലെങ്കിൽ ബ്ലഡ് വെസലുകളിൽ പ്ലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോക്കേജ് സൃഷ്ടിക്കാം. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് കഴിക്കുന്നവരുടെ കാര്യത്തിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് നിരന്തരമായിട്ടുള്ള സിറ്റുവേഷനാണ് കേട്ടോ. നിരന്തരമായിട്ടൊക്കെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു കർബിങ് ഫാക്ടറാണ്. അതുപോലെ സ്മോക്കിംഗ്, പുകവലി അമിതമായിട്ടുള്ള ആൾക്കാർ, ബ്ലഡ് ലിപ്പിഡ് ലെവൽസ്, അതായത് കൊളസ്ട്രോൾ, ബ്ലഡ് ലിപ്പിഡ്സ് ലെവൽ എലിവേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡ് ലെവൽ, ഇതിനകത്ത് ഇപ്പോൾ ഇത് LDL ആണ് ഉദ്ദേശിക്കുന്നത്, ലോ ഡെൻസിറ്റി പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ അല്ല ലിപ്പിഡ്, നമ്മുടെ കൊളസ്ട്രോൾ. അതിനകത്ത് ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിന് നമ്മൾ LDL, ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും. HDL ഉണ്ട്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്. അത് നമുക്ക് വേണ്ടതാണ്, അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. അവനാണ് ആക്ച്വലി LDLനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നത്. പോട്ടെ. എന്തായാലും എലിവേറ്റഡ് ബ്ലഡ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കൊളസ്ട്രോൾ കൂടുതലാണെങ്കിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങും വിസ്കോസിറ്റി കൂടുതലായിട്ടുള്ള ബ്ലഡാണ്, ബ്ലഡിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ, ബ്ലഡിൻ്റെ കട്ടി കൂടുതലാണെങ്കിൽ ബ്ലഡ് ഒഴുകുന്നതിന് റെസിസ്റ്റൻസ് കാണിക്കും, പെട്ടെന്ന് ക്ലോട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബ്ലഡൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനായിട്ട് വലിയ താമസമൊന്നും വേണ്ട എന്നുള്ളതാണ്. യെസ്, ഹോസ്റ്റ് ഫാക്ടേഴ്സ് നോക്കിയെങ്കിൽ ഏജ്, സ്ട്രോക്ക് ചെയ്യാൻ ഒക്കറേറ്റ് എനി ഏജ്, അങ്ങനെ പർട്ടിക്കുലർ ഏജ് ഒന്നും ഇല്ല. എന്നാലും പൊതുവെ ഇൻസിഡൻസ് ഏജ് കൂടുന്നതിനനുസരിച്ച് കൂടുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. ഇൻസിഡൻസ് റൈസസ് സ്റ്റീപ്ലി വിത്ത് ഏജ് കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം യൂഷ്വലാണ്, നമ്മുടെ ബോഡി കുറേ പഴക്കം ചെന്ന് കഴിഞ്ഞാൽ, കുറേ പണിയെടുത്ത ബോഡിയാണല്ലോ യൂഷ്വലി, അത്രേ ഉള്ളൂ. ഇന്ത്യ സ്പെസിഫിക് നോക്കിക്കഴിഞ്ഞാൽ about 1/5 of the all stroke in India occur below the age of 40, called as strokes in the young. എന്നാൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നതിൽ 1/5 ഭാഗവും, അത് 20% പേരിലും സ്ട്രോക്ക് ഉണ്ടാകുന്നത് 40 വയസ്സിൽ താഴെയാണ്. 20%, 1/5 of the all stroke, 20% 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നു. അതിനെ സ്ട്രോക്ക് ഇൻ ദി യങ് എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രവുമല്ല, സെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽസിനേക്കാൾ കൂടുതൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത മെയിൽസിലാണ് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇൻസിഡൻസ് കണ്ടുവരുന്നത് കൂടുതൽ മെയിൽസിലാണ് കമ്പയർഡ് ടു ഫീമെയിൽസിനേക്കാൾ കൂടുതൽ മെയിൽസിനാണ്, പുരുഷന്മാർക്കാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, സ്ട്രോക്ക് വരുന്നതായിട്ട് കാണുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിലും പൊതുവേ. ഇന്ത്യയുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, സ്ട്രോക്ക് ഇൻ യങ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇനി ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, നേരത്തെ നമ്മൾ കണ്ടൊരു സാധനമാണല്ലോ ഈ TIA എന്ന് പറയുന്ന സിറ്റുവേഷൻ. എന്താണ് TIA വേഴ്സസ് സ്ട്രോക്ക് നമുക്ക് നോക്കാം. TIA എന്ന് പറഞ്ഞാൽ ട്രാൻസിയൻ്റ് ഇഷീമിക് അറ്റാക്ക് എന്നാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇഷീമിക് അറ്റാക്ക്, അത് തന്നെയാണ് TIA എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിയൻ്റ് ഇഷീമിക് അറ്റാക്കും സ്ട്രോക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? TIA എന്ന് പറഞ്ഞാൽ എപ്പിസോഡ്സ് ഓഫ് ഫോക്കൽ റിവേഴ്സിബിൾ, കണ്ടോ ഞാൻ പറഞ്ഞു അവിടെ ഇഷീമിക് എന്ന് പറയുമ്പോൾ റിവേഴ്സിബിൾ ന്യൂറോളജിക്കൽ ഡിഫക്റ്റ് ഓഫ് സഡൻ ഓൺസെറ്റ് ലാസ്റ്റിംഗ് ലെസ് ദാൻ 24 hours, 24 മണിക്കൂറിൽ താഴെ മാത്രം ലാസ്റ്റ് ചെയ്യുന്ന സ്ട്രോക്കിന് സമാനമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് ഷോ ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഈ TIA, ട്രാൻസിയൻ്റ് ഇഷീമിക് അറ്റാക്ക് എന്ന രീതിയിൽ വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് എ ടെൻഡൻസി ഓഫ് റിക്കറൻസ്. ഇത് പിന്നീട് ഉണ്ടാകാമോ? തീർച്ചയായിട്ടും ഉണ്ടാവാം, ഇനിയും ഉണ്ടാകും. സ്ട്രോക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു തവണ സ്ട്രോക്ക് വന്നു, വീണ്ടും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് TIA എന്ന് പറയുമ്പോൾ സ്ട്രോക്കിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് കണക്കാക്കാം. അതായത് സ്ട്രോക്ക് വരാനുള്ള സാധ്യത നമുക്ക് TIA വന്നാൽ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. TIA ഉണ്ടാവുന്നതിന് കാരണം ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ടാണല്ലോ. ഇപ്പോൾ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു വരുന്ന സിറ്റുവേഷനിലാണ് TIA വരുന്നതെങ്കിൽ അതിനർത്ഥം ഈ ബ്ലഡ് സപ്ലൈ കുറച്ചുകൂടി തീവ്രമായിട്ട് കുറഞ്ഞാൽ അത് എവിടേക്ക് പോകും? TIA ആയിരിക്കില്ല, അടുത്ത തവണ സ്ട്രോക്ക് ആയിരിക്കും എന്നതുമാണ്. അപ്പോൾ TIA എന്തായിട്ട് കൺസിഡർ ചെയ്യാതെ ഒരു ഏർലി വാർണിംഗ് സൈൻ ഓഫ് സ്ട്രോക്ക് ആയിട്ട് കൺസിഡർ. അപ്പോൾ പൊതുവേ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ സംവിധാനങ്ങളൊന്നും ഇല്ല സ്ട്രോക്കിന് എന്ന് ഞാൻ പറഞ്ഞു. എന്നിരുന്നാൽ കൂടിയും TIA-നെ, ട്രാൻസിയൻ്റ് ഇഷീമിക് അറ്റാക്കിനെ, അതൊരു സ്ട്രോക്ക് പോലെ തന്നെയാണ്. അതിനൊരു ഏർലി വാർണിംഗ് സൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. തമ്മിലൊരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ 24 hours താഴെയാണ് TIA ഉണ്ടാവുക, 24 hours മുകളിൽ സ്ട്രോക്ക് സംഭവിക്കാം, ഡെത്തും സംഭവിക്കാം. ട്രാൻസിയൻ്റ് ഇഷീമിക് അറ്റാക്ക് ഡെത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നല്ല, ഡെത്തിലേക്കുള്ള പോസിബിലിറ്റി ഇല്ല, നോ ഡെത്താണ്. ഫുള്ളി റിവേഴ്സിബിളാണ്. സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ ഒരു ഡിസബിലിറ്റിയോട് കൂടിയായിരിക്കും നിങ്ങളെ ജീവനോടെ അവശേഷിപ്പിക്കുന്നത്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ റിവേഴ്സിബിളായി കിട്ടാം, ഉറപ്പൊന്നുമില്ല. WHO ഡെഫിനിഷനിൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് TIAക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, മറ്റേത് ഇൻക്ലൂഡറാണ്. അതുപോലെ കോസസ് മൈക്രോ എംബോളിയാണ്, മറ്റേ സ്റ്റെനോസിസ്, നമ്മൾ ഈ പറയുന്ന റപ്ചറും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ്. മൈക്രോ എംബോളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറവ് മാത്രം ബ്ലഡ് ഓക്സിജൻ ലെവലിലേക്ക് വരുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ വാർണിംഗ് സൈൻ ഓഫ് സ്ട്രോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു ആക്ച്വൽ സെറിബ്രോ വാസ്കുലർ ഇവൻ്റ് ആണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കമ്പാരിസൺ. സ്ട്രോക്കിൻ്റെ കൺട്രോൾ പ്രോഗ്രാംസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി കൺട്രോൾ ഓഫ് ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷനാണ്.
ഒന്ന് TIA ഏർലി ഡിറ്റൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഒന്ന് ഇപ്പോൾ TIA ട്രാൻസിയൻറ്റ് ഇഷമിക് അറ്റാക്ക് നമുക്ക് അറിയാവുന്നതുപോലെ അതൊരു ഏർലി സൈൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരുന്ന ആൾക്കാരിൽ അത് കണ്ടെത്തി അത് ട്രീറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. സ്ട്രോക്കിലേക്ക് ലീഡ് ചെയ്യാതിരിക്കാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ അത് നോക്കി ട്രീറ്റ് ചെയ്യുക. അതുപോലെ 3 ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തുക. റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. 4 ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്യൂട്ട് സ്ട്രോക്ക്. എങ്ങാനും സ്ട്രോക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ കൂടിയും ഉടനടി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളൊരു വിവേചനം കാണിക്കുക. ലോങ് ടേം ഫോളോ അപ്പ്. തീർച്ചയായിട്ടും സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ ഇനിയൊരു ഇൻസിഡൻസ് ഉണ്ടാവില്ല എന്ന് കരുതി സുഖമായിട്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. റിക്കറിങ് ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഫോളോ അപ്പുകൾ നമ്മൾ നടത്തുക. പേഷ്യൻ്റ് ആയിരിക്കുന്ന നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇതിനുള്ള സാധ്യതകളില്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പുകൾ വഴി ഉറപ്പാക്കാൻ ശ്രമിക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങും അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുക. കമ്മ്യൂണിറ്റി ഡേറ്റ കളക്ഷൻ, ഫ്യൂച്ചറിലേക്കുള്ള റിസ്ക് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുമൊക്കെ ഡേറ്റ കളക്ഷൻ നമ്മളെ സഹായിക്കുന്നുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. 2025 ഒക്ടോബർ 29 വേൾഡ് സ്ട്രോക്ക് ഡേ. ഒക്ടോബർ 29 തീം ടുഗെദർ വി ക്യാൻ ഔട്ട് പേസ് സ്ട്രോക്ക് എന്നുള്ളതാണ് കേട്ടോ. 2025 ഒക്ടോബർ 29 ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ 26 ആയിട്ടില്ല, ഒക്ടോബർ ആയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആയിട്ടില്ല. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ സ്ട്രോക്ക് ഡേ ഒക്ടോബർ 29 2025. 2025 തീം എന്താണ്? ടുഗെദർ വി ക്യാൻ ഔട്ട് പേസ് സ്ട്രോക്ക്. ടുഗെദർ വി ക്യാൻ ഔട്ട് പേസ് സ്ട്രോക്ക്. The American Heart Association, American Stroke Association International Stroke Conference 2026 is held at the Ernest N. Morial Convention Center in New Orleans, Louisiana, USA. ലൂസിയാനയിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷൻ്റെ ഇൻ്റർനാഷണൽ സ്ട്രോക്ക് കോൺഫറൻസ് 2026 കണ്ടക്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സംഗതി. വേറെ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ഒന്നും അങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കുവാനോ പഠിക്കാനോ ഒന്നും തന്നെയും ഇല്ല എന്നറിയാം. സെറ്റാണല്ലോ. ഇത്രയ്ക്കുന്നുള്ളൂ നമുക്ക് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള വസ്തുതകൾ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും കൂടെ നോക്കി നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അക്കോർഡിംഗ് ടു WHO ഡെഫിനിഷൻ, സ്ട്രോക്ക് ഇൻവോൾവ്സ് ക്ലിനിക്കൽ സൈൻ ലാസ്റ്റിംഗ് മോർ ദാൻ 12 hours, 24 hours, 48 hours and 72 hours. ഏതാണ് ഉത്തരം? നിസ്സംശയം നമുക്കറിയാം സ്ട്രോക്ക് ആണെങ്കിൽ 24 hours ആണ് അല്ലേ. TIA ആണെങ്കിൽ ലെസ് ദാൻ 24 hours ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ 12 hours ഒക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു TIA ആയിരുന്നെങ്കിൽ. ഇപ്പോൾ ഇവിടെ TIA അല്ല, സ്ട്രോക്ക് തന്നെയാണ്. അടുത്ത ചോദ്യം, ദ ടേം ഇഷീമിയ റെഫേഴ്സ് ടു എന്താണ്? ബ്ലീഡിംഗ് ഇൻ ദ ബ്രെയിൻ, റപ്ചർ ഓഫ് ബ്ലഡ് വെസൽ, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ ടിഷ്യൂ, റെഡ്യൂസ്ഡ് ഓർ ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ ടു എ ടിഷ്യൂ ഓർ ഓർഗൻ. എന്താണ് റെഡ്യൂസ്ഡ് ഓർ ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ ടു എ ടിഷ്യൂ ഓർ ഓർഗൻ? അതാണ് നമ്മൾ ഇഷീമിയ അല്ലെങ്കിൽ ഇഷീമിക് അറ്റാക്ക് എന്ന രീതിയിൽ റെഫർ ചെയ്യുന്ന സിറ്റുവേഷൻ. മൂന്നാമത്തെ ചോദ്യം, സ്റ്റെനോസിസ് ആസ് എ കോസ് ഓഫ് സ്ട്രോക്ക് റെഫേഴ്സ് ടു. സ്റ്റെനോസിസ് എന്ന് പറയുന്നതിനകത്ത് എന്ത്? നമ്മൾ 3 എഴുതി പഠിച്ച് ഓർക്കുന്നുണ്ടോ നടത്തില്ല. സ്റ്റെനോസിസ് എന്തിനാ സൂചിപ്പിക്കുന്നത്? റപ്ചർ ഓഫ് ആർട്ടറി, ബ്ലോക്കേജ് ഓഫ് ആർട്ടറി, നാരോവിങ് ഓഫ് ആർട്ടറി, ഇൻഫ്ലമേഷൻ ഓഫ് ആർട്ടറി. ഏതാടെ? നാരോവിങ് ഓഫ് ആർട്ടറീസിനാണ് നമ്മൾ സ്റ്റെനോസിസ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ദ മെയിൻ റിസ്ക് ഫാക്ടർ ഓഫ് സ്ട്രോക്ക് ഇസ്, പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ ഏതാ? ഡയബറ്റിസ്, സ്മോക്കിംഗ്, ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ. ഏതാണ് പ്രധാന റിസ്ക് ഫാക്ടർ? ഓപ്ഷൻ ഡി, ഹൈപ്പർ ടെൻഷൻ ആണ് അല്ലേ. ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിലാണ്. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് about the WHO definition of stroke. Which of them is or are correct? Stroke involves rapidly developing clinical signs of focal disturbance of cerebral function lasting more than 24 hours. ശരിയാണോ? ശരിയാണ്. അപ്പോൾ എനിക്കിതിനെ 2 എലിമിനേറ്റ് ചെയ്യാം. ഇനി 2 or 3 മാത്രമാണ് ശരി അല്ലേ. TIA is induced within the WHO definition of stroke as it shares the same vascular origin. TIA is included within the WHO definition ആണ്. ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉത്തരം കിട്ടി, 2 പോയി. ഉത്തരം കിട്ടിയ ഓപ്ഷൻ ബി. TIA ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല WHO ഡെഫിനിഷനിൽ എന്ന് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഉത്തരം കിട്ടിയ ഓപ്ഷൻ ബി. അതായത് 1, 3 ആണ് ശരി. 3 എന്താ? അണ്ടർ ദ WHO definition, stroke can also be classified as such if it leads to death, ഈവൻ ഇഫ് ലാസ്റ്റിംഗ് ലെസ് ദാൻ 24 hours. WHO തന്നെ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അത് നമുക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ശരിയായല്ലേ. WHO പറയുന്ന കാര്യമുണ്ട്, 24 മണിക്കൂർ കൂടുതൽ നിന്നില്ലെങ്കിൽ കൂടിയും സ്ട്രോക്കിന് എന്ത് ചെയ്യാം? സ്ട്രോക്ക് ക്യാൻ ലീഡ് ടു ഡെത്ത്. സ്ട്രോക്ക് ഡെത്തിലേക്ക് പിന്നെന്താ പറയുക, വഴി വച്ചേക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി പാത്തോളജി ആൻഡ് കോസ് ഓഫ് സ്ട്രോക്ക്. സ്റ്റെനോസിസ് റെഫേഴ്സ് ടു ദി നാരോയിങ് ഓഫ് ആർട്ടറീസ് പറഞ്ഞു. Occlusion refers to the rupture of arteries. A rupture of artery is an underlying cause of hemorrhaging stroke. TIA is caused by microembolism. Yes. ഏതാണ് ഇതിനകത്ത് ശരി? 1, 3
4. ഒക്ലൂഷൻ റെഫേഴ്സ് ടു റപ്ചർ ഓഫ് ആർട്ടറീസ് എന്നാണ് പറഞ്ഞത്. അല്ലല്ലോ, അല്ല. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. റപ്ചർ, ഹെമറേജ്, കാരണം റപ്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്ത് തന്നെയാണ്? ഹെമറേജ് തന്നെയാണ്. മൈക്രോഎംബോളി തന്നെയാണ് TIA കോസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഹൈപ്പർ ടെൻഷൻ ഈസ് ദ മെയിൻ റിസ്ക് ഫാക്ടർ ഫോർ സ്ട്രോക്ക്. സ്ട്രോക്കിൻ്റെ പ്രധാന റിസ്ക് ഫാക്ടർ ഹൈപ്പർ ടെൻഷനാണ്. ശരിയാണ്. റീസൺ ഹൈപ്പർ ടെൻഷൻ ഈസ് ദ മെയിൻ റിസ്ക് ഫാക്ടർ ഫോർ ബോത്ത് സെറിബ്രൽ ത്രോംബോസിസ് ആൻഡ് സെറിബ്രൽ ഹെമറേജ്. ശരിയാണ്. സെറിബ്രൽ ത്രോംബോസിസ് ആയാലും സെറിബ്രൽ ഹെമറേജ് ആയാലും, ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ടിങ് വരുന്ന സിറ്റുവേഷൻ വരും. ഹെമറേജ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ ലീക്കേജ് വരുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് റപ്ചർ ചെയ്ത് ബ്ലീഡിങ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടാവും. ഇത് രണ്ടും ഹൈപ്പർ ടെൻഷൻ കാരണം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരിക. ഈ മാറും കറക്റ്റാണ്. കറക്റ്റ് എക്സ്പ്ലനേഷനായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത അസേർഷൻ ആൻഡ് റീസൺ TIA is excluded from the WHO definition of stroke. ശരിയാണെന്നറിയാം. Reason TIA involves neurological deficit that lasts less than 24 hours. That is also very very true. Correct ആയിട്ടുള്ള എക്സ്പ്ലെയിൻ. അതുകൊണ്ടാണ് അതിനകത്ത് ഈ 24 hours-നേക്കാൾ കൂടുതൽ എന്നുള്ളതാണല്ലോ WHO ഡെഫിനിഷനിൽ പറയുന്നത്. TIA 24 hours താഴെയാണെന്നുള്ളത് കൊണ്ടാണ് അതിനകത്ത് ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാണ്ട് പോയിട്ടുള്ളത്. ദാറ്റ്സ് ഓൾസോ ട്രൂ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയുമാണ് സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിരിക്കണമെന്ന് നിർബന്ധമുള്ള ചില ഏരിയാസ് എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷയിൽ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അതുവരെ ഇവർക്ക് നമസ്കാരം. താങ്ക് യു.